ഇന്ന് നമുക്ക് കക്കിരി വെച്ചൊരു പച്ചടി ഉണ്ടാക്കാം. ചോറിനൊക്കെ സൈഡായിട്ട് കൂട്ടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. തൊലികളിന് കക്കിരി ആദ്യം എടുക്കുക, എന്നിട്ട് അത് ചെറുതായിട്ട് കട്ടാക്കി എടുക്കുക. ഇനി മിക്സീൻ്റെ ജാർ എടുക്കാം, ചെറിയ ജാർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു പിടി തേങ്ങ, പിന്നെ പച്ചമുളക്, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനൊരു 3 എടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ഇട്ടെടുക്കുക. പിന്നെ ഒരു 3-4 അല്ലി, 2-3 അല്ലി വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് തൈരാന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാലും മതി. ഞാനിതിൽ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച കക്കരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല പുളിയുള്ള തൈരാണ് ഒഴിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഒരു അരപ്പും പിന്നെ നമ്മൾ തൈരും കക്കിരിയും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പം ഈ പണി കഴിഞ്ഞ് ഇനി നമുക്ക് എന്താക്കുക, ഇതൊന്ന് കാച്ചിയെടുക്കണം. നമ്മളെ കണ്ണൂരിലും കാച്ചിയെടുക്കാമെന്നാണ് പറയുക. കാച്ചിയെടുക്കാൻ വേണ്ടിക്ക് ഞാൻ ഇതെല്ലാം എടുത്തിട്ടില്ലേ, കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. എന്നിട്ട് പാൻ ചൂടാക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് നേരെ നമ്മൾ ഈ കക്കിരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക, ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് വെക്കുക. അപ്പം എത്രയും സിമ്പിളായിട്ട് നമുക്ക് കക്കിരി പച്ചടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനി വരാം ഇൻഷാ അല്ലാ. താങ്ക് യു.